ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ മുട്ടക്കറിയുമായിട്ടാണ്. എഗ്ഗ് കറി. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണിത്. വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഇതിനു വേണ്ടി ഒരു വലിയ ഉള്ളി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്, 2 തക്കാളി, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, അതേപോലെ പുഴുങ്ങിയെടുത്ത മുട്ട, പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയത്. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഈ മുട്ടയെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതായത് ഇതിലേക്ക് ഈ ഉപ്പും മുളക് പൊടിയും നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ്, മുട്ടയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് കറിക്ക് ഒന്നുകൂടി സ്വാദ് കൂട്ടുന്നതായിരിക്കും. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കും. ഇതിന് ശേഷം വീണ്ടും നമ്മളൊരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്യുന്നു. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ്. വെറും 10 മിനിറ്റിൽ നമുക്കിത് റെഡിയാക്കിയെടുക്കാം. ജീരകം ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുന്നു. ഉള്ളി ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഈ കറി പ്രധാനമായും ഞാൻ ഉദ്ദേശിക്കുന്നത് ബിഗിനേഴ്സിനെയാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതുകൊണ്ട് ഇത് അവർക്ക് ഉപകാരപ്രദമായിരിക്കും. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തു. അതുപോലെ തന്നെ 2 പച്ചമുളകും. ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് മൂന്നും ആഡ് ചെയ്ത് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നു. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നു. നന്നായി ഇളക്കി ഇതിനെ ഒന്ന് 5 മിനിറ്റോളം തിളക്കാൻ അനുവദിക്കുക. എന്നെ പോലെയുള്ള വീട്ടമ്മമാരുടെ ഒരു പ്രധാന ടെൻഷനാണ് ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് കറി ഉണ്ടാക്കുന്നുള്ളത്. ഇതേപോലെ ഒരു വെറൈറ്റി പരീക്ഷിച്ച് നോക്കിയാൽ നല്ലതല്ല. ഇതിലേക്ക് വേണ്ടി നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. ഉപ്പ് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇതിലേക്ക് 1 തണ്ട് കരിവേപ്പില ചേർത്ത് കൊടുക്കുന്നു. വീണ്ടും നമ്മൾ ഇതിലേക്ക് കുറച്ച് 1 ടീസ്പൂണോളം കസൂരി മേത്തി ഒന്ന് കയ്യിൽ വെച്ച് പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഇത് കറികൾക്ക് നല്ല ഒരു മണവും രുചിയും കിട്ടുന്നതാണ് ഇത് ചേർത്താൽ. നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് വെക്കും. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളക്കാൻ മാത്രം വിട്ടാൽ ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. അടച്ചു വെച്ചൊന്ന് തിളപ്പിക്കാൻ അനുവദിക്കണം. നമ്മുടെ മുട്ടക്കറി ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇത് ചപ്പാത്തിയുടെ കൂടെയോ പൂരിയുടെ കൂടെയോ ഈവൻ ദോശയുടെ കൂടെയോ, പുട്ടിനാണെങ്കിൽ കുറച്ച് വെള്ളം അധികം ചേർത്തൊരു നല്ല കറി പോലെ ആക്കിയതിന് ശേഷം പുട്ടിൻ്റെ കൂടെയും ഉപയോഗിക്കാം. നമ്മുടെ മുട്ടക്കറി ഇപ്പോൾ സെർവ് ചെയ്യാൻ റെഡിയായി കഴിഞ്ഞു.
ഇത് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.